ഹലോ എവരിവൺ, നമ്മൾ ഒളിമ്പിയാഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിന് മുന്നേയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് അവർ ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അവരെ കൂടി നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട് കൊണ്ടുവന്നിട്ട് നമുക്കിതൊരു കമ്പൈൻ സ്റ്റഡി ആക്കി മാറണം. അപ്പോഴേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇനിയും ഷെയർ ചെയ്ത് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Two dice are tossed. The probability that the total score is a prime number. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഡൈ എന്ന് പറയുന്ന സംഭവം, ഡൈസ് എന്ന് പറയുന്ന സംഭവം എന്താണ്, നമ്മൾ സാധാരണ കളിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ക്യൂബ് അല്ലെ. ആ ക്യൂബിന്റെ ഓരോ സൈഡിലും ഓരോ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടാവും. 1 2 3 4 5 6 വരെ, 6 സ്പേസ് ആണല്ലോ ഉള്ളത്, 6 വരെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ 2 ഡൈസ് ഉണ്ട്. 2 ഡൈസ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇടാൻ പോവാണ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, ആദ്യത്തെ ഡൈസിൽ 1 എന്ന് പറയുന്ന നമ്പർ കാണിക്കാം, രണ്ടാമത്തേതിലും 1 എന്ന് കാണിക്കാം, പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ആദ്യത്തേതിൽ 1, രണ്ടാമത്തേതിൽ 2, അല്ലെങ്കിൽ ആദ്യത്തേതിൽ 1, രണ്ടാമത്തേതിൽ 3, ഇങ്ങനെ പോയിട്ട് 1ഉം 6 വരെ കാണിക്കാം അല്ലെ. 1 1 1 2 1 3 1 4 1 5 1 6. അല്ലെങ്കിൽ ആദ്യത്തേതിൽ 2, രണ്ടാമത്തേതിൽ 1, അല്ലെങ്കിൽ രണ്ടിലും 2 കാണിക്കാം. ഇങ്ങനെ പോയിട്ട് 2,6 വരെ കാണിക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അതുപോലെ 3,1 ഇങ്ങനെ പോവാം അല്ലെ. അങ്ങനെ പോയി പോയി അവസാനം 6,1, അതായത് ആദ്യത്തേതിൽ 6, രണ്ടാമത്തേതിൽ 1, പിന്നെ 6,2 ഇങ്ങനെ പോയി പോയി അവസാനം 6,6 വരെ. ഇത്രയും ഔട്ട്കംസ് അതിന് പോസിബിൾ ആണ്. 2 ഡൈസ് ഇടുമ്പോൾ നമ്പേഴ്സ് കാണിക്കാനുള്ള കോമ്പിനേഷൻസ് ആണിത്. ഒന്നുകിൽ ആദ്യത്തിൽ 1, രണ്ടാമത്തിൽ 1 1 2 1 3 1 4, അല്ലെങ്കിൽ ഇതിൽ 5, ഇതിൽ 4, അല്ലെങ്കിൽ ഇതിൽ 3, ഇതിൽ 2, ഇങ്ങനെ പല പല കോമ്പിനേഷൻസ് വരാം. അങ്ങനെ എത്ര കോമ്പിനേഷൻസ് അവിടെ വരും നിങ്ങൾ നോക്കിയേ. ഈ റോള് 1 2 3 4 5 6 അല്ലെ, 6 ആളുകൾ അവിടെ ഉണ്ട്. താഴോട്ടും 1 2 3 4 5 6, 6 ആളുകൾ താഴോട്ടുണ്ട്. അപ്പൊ ഈ റോള് 6 ഉണ്ടാവും, ഇതിൽ 6 6 6 6 6. അപ്പൊ ടോട്ടൽ ഇതുപോലത്തെ എത്ര കോമ്പിനേഷൻസ് ഉണ്ടാവും, 36 കോമ്പിനേഷൻസ് ഉണ്ടാവും. 36 അല്ലെ. 6 ഫസ്റ്റ് റോയില്, അടുത്ത 6 6, അങ്ങനെ എത്ര റോസ് ഉണ്ട്, 1 2 3 4 5 6 അല്ലെ. 6 റോസ് ഉണ്ട്. ഇങ്ങനെ ഓരോന്നിനും 6 ഇത് ആളുകൾ. അപ്പൊ ടോട്ടൽ 36 ഔട്ട്കംസ് പോസിബിൾ ആണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി ദ പ്രോബബിലിറ്റി ദാറ്റ് ടോട്ടൽ സ്കോർ ഈസ് എ പ്രൈം നമ്പർ. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യതയാണ്. ഓക്കെ, സാധ്യത എന്ന് പറയുമ്പോൾ ടോട്ടൽ സ്കോർ ഈസ് എ പ്രൈം നമ്പർ എന്ന് വെച്ചാൽ ഇപ്പൊ ഇതില് ടോട്ടൽ സ്കോർ 1ഉം 1ഉം ആഡ് ചെയ്താൽ 2 ആണ്, 1ഉം 2 ആഡ് ചെയ്താൽ 3 ആണ്, 1ഉം 4ഉം 1ഉം 3ഉം 4 ആണ്, 1ഉം 4ഉം 5 ആണ്, അല്ലെങ്കിൽ ഇയാൾക്ക് ആണെങ്കിൽ 5ഉം 1ഉം 6 ആണ്. അപ്പൊ ഇങ്ങനെ അതിലുള്ള 2 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ഒരു പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ചാൻസ് ആണ്. പ്രോബിലിറ്റി എങ്ങനെ കാണുക എന്നുള്ളത് ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഞാൻ ഈ വീഡിയോയിൽ ഒന്നും കൂടെ പറയാം. അപ്പൊ ആദ്യം അറിയേണ്ടത് ഇതിൽ ഏത് മുതൽ ഏത് വരെയുള്ള നമ്പറൊക്കെ സമ്മായിട്ട് വരുന്ന. അത് 1ഉം 1ഉം ആഡ് ചെയ്താൽ 2 വരും, അതാണല്ലോ ഏറ്റവും ചെറിയ നമ്പർ. ഇനി വേറെ ഏത് നമ്പർ ആഡ് ചെയ്താലും 2നേക്കാളും ഗ്രേറ്റർ ആയുള്ള നമ്പറാണ് വരിക. 1ഉം 2ഉം 3, 2ഉം 1ഉം 3, 2ഉം 2ഉം 4 അല്ലെ. അപ്പൊ 1ഉം 1ഉം ആഡ് ചെയ്യുന്ന 2 എന്ന് പറയുന്ന നമ്പറാണ് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ 2. ഓക്കെ, ഇനി ഇവർ രണ്ടു പേര് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ആരാണ്, 6 ആഡ് ചെയ്ത് കിട്ടുന്ന 12 ആണ് അല്ലെ. അതിന് മുന്നേ ഉള്ള വേറെ ഏത് നമ്പർ, ഇവിടെയുള്ള ഏത് നമ്പർ നമ്മൾ ആഡ് ചെയ്ത് നോക്കിയോ, ഏത് പേര് നോക്കുകയാണെങ്കിലും രണ്ടും ആഡ് ചെയ്താൽ 12നേക്കാളും താഴെയുള്ള നമ്പറാണ് കിട്ടുക. സോ 2 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ആണ് ഇവർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. ഈ 2നും 12നും ഇടയിൽ ഏതൊക്കെ പ്രൈം നമ്പറുകൾ ഉണ്ട്, ഏതൊക്കെയാണ് പ്രൈം നമ്പർ ഉള്ളത്? 2 പ്രൈം നമ്പർ ആണോ? ആണ് അല്ലെ. 2 എന്ന് പറയുന്ന ആൾ എന്താണ്, ഒരു പ്രൈം നമ്പർ ആണ്. ഇനി 3 പറ്റുമോ? യെസ്. 4 പറ്റുമോ? ഇല്ല. 5 പറ്റുമോ? യെസ്. 6 ഇല്ല. 7 ഓക്കെയാണ്. 8 പറ്റില്ല, 9 പറ്റില്ല, 10 പറ്റില്ല, 11 അല്ലെ. പിന്നെ 12 ആണ്, 12ഉം പറ്റില്ല. അപ്പോൾ 2നും 12നും ഇടയിൽ 2 3 5 7 11 ഇത്രയും പ്രൈം നമ്പറുകളാണല്ലേ. ഈ പ്രൈം നമ്പറുകൾ എന്തായിട്ട് വരണം എന്നാ പറഞ്ഞത്, സമ്മായിട്ട് വരണം എന്നാ പറഞ്ഞത്. അപ്പൊ 2 എന്ന് പറയുന്ന ആള് സമ്മായിട്ട് വരണമെങ്കിൽ അത് ഏതൊക്കെ പേരാണ്? 1,1 മാത്രമാണ്. വേറെ ആരെങ്കിലും 2 വരുമോ? സമ്മായിട്ട് ഇല്ല. 3 എന്ന് പറയുന്ന ആള് വരണമെങ്കിൽ ഏതൊക്കെ പറ്റും? 1ഉം 2ഉം പറ്റും, അതുപോലെ തന്നെ 2ഉം 1ഉം പറ്റും. വേറെ ആരും ഇല്ലല്ലോ. 0 3 ആണ് പോസിബിൾ അല്ല, 3 0 പോസിബിൾ അല്ല. സോ 1ഉം 2ഉം 2ഉം 1ഉം. അടുത്ത് 5 എന്ന് പറയുന്ന ആള് വരണമെങ്കിൽ, 5 എന്ന് പറയുന്ന ആള് വരണമെങ്കിൽ ഞാൻ എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ എൻ്റെ ബാക്കിൽ? അല്ല, മൈൻഡ് ഓക്കെ. ഞാൻ എഴുതുമ്പോൾ എൻ്റെ പുറകിലായി പോകുന്നത്. നമ്മൾ ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ പ്രശ്നമാണ്. കാരണം ചിലപ്പോൾ എൻ്റെ പുറകിൽ ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ടാവും, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ 5 വരണമെങ്കിൽ 1 4 പോസിബിൾ ആണ്, അതുപോലെ തന്നെ 4 1 പോസിബിൾ ആണ് അല്ലേ. പിന്നെ 2 3 പോസിബിൾ ആണ്, 3 2 പോസിബിൾ ആണ്. പിന്നെ 4 1 ഓൾറെഡി എഴുതി. പിന്നെ വേറെ ആരും ഇല്ല. 5 0 0 5 ഒന്നും പോസിബിൾ അല്ല. ഓക്കെ, ഇനി 7ന്റെ കേസിലാണെങ്കിൽ 1 6 പോസിബിൾ ആണ്, 6 1 പോസിബിൾ ആണ്. രണ്ടും ആഡ് ചെയ്താൽ 7 കിട്ടും. 2 5 5 2 ഓക്കെ. പിന്നെ 3 4 4 3
ഓക്കെ, പിന്നെ ആരുള്ളത്? പിന്നെ വേറെ ആരും ഇല്ല അല്ലെ, എല്ലാവരും ആയി. 1 6 6 1 2 5 5 2 3 4 4 3. ഇനി 11ന്റെ കേസിലാണെങ്കിലോ, 11ന്റെ കേസിൽ 1 10 അങ്ങനെ സംഭവം ഇല്ല, കാരണം 10 അവിടെ ഇല്ല. 2 9 പറ്റുമോ? ഇല്ല, കാരണം അവിടെ 9 ഇല്ല. 3 8 പറ്റില്ല. 3 8 പറ്റുമോ? ഇല്ല. 4 7 പറ്റുമോ? ഇല്ല. 5 6 പറ്റും അല്ലെ, അതുപോലെ തന്നെ 6 5 പറ്റും. ഇവർ രണ്ടുപേരുടെ പോസിബിൾ ആയിട്ടുള്ളൂ, കാരണം ഇതിനകത്ത് വരുന്ന ആൾക്കാരാണ് ഇത് 1 1 മുതൽ 6 6 വരെ ഉള്ളൂ. 7 8 9 10 ഒന്നും ആ ഒരു ഡൈസിന്റെ ഒരു സൈഡിൽ വരില്ല. അപ്പൊ ഇതിൽ പോസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ഇവർ രണ്ടുപേര് മാത്രമേ ഉള്ളൂ, 5 6 6 5. അപ്പോൾ നമുക്ക് വേണ്ട പ്രൈം നമ്പറുകൾ ഇവരാണ്. അവരുടെ സമ്മായിട്ട് വരുന്ന എത്ര പേരുകളുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അല്ലെ, 15 ആളുകളാണ്. അതായത് 36-ലെ 15 ആളുകളാണ് നമുക്ക് വേണ്ട പേരുകളുള്ളത് അല്ലെ. നമുക്ക് വേണ്ടവർ ആരാണ്? ഈ 15 കാരണം ഈ 15 ആളുകളിൽ വരുന്ന നമ്പർ ആഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു പ്രൈം നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ ആളുകൾ 36, അതിൽ നമുക്ക് വേണ്ടവർ 15. അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 15/36 ആണ്. പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. ടോട്ടൽ എത്ര ആളുകളുണ്ടോ അതിന് ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കുക. നമുക്ക് വേണ്ടവർ എത്ര ഉണ്ടോ അവരെയാണ് ന്യൂമറേറ്റർ ആയിട്ട് കൊടുക്കുക. നിങ്ങളുടെ ക്ലാസ്സിൽ 70 സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ 70 സ്റ്റുഡൻസ്, അതിൽ 30 സ്റ്റുഡൻസ് ബോയ്സ് ആണ്, 40 സ്റ്റുഡൻസ് ഗേൾസ് ആണ്. നിങ്ങൾക്ക് വേണ്ടത് ഒരു ബോയ്, ഒരു ക്ലാസ്സിൽ ഒരു സ്റ്റുഡന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ അതൊരു ബോയ് ആവണം. അതിലുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടോട്ടൽ സ്റ്റുഡൻസ് 70 ആണ്, നിങ്ങൾക്ക് വേണ്ടവർ എത്രയാണ്? 30 ബോയ്സ് ആണ്. അപ്പോൾ 30/70 ആയിരിക്കും അതിന്റെ പ്രോബിലിറ്റി. അപ്പോൾ ഇവിടെ 15/36 3 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം അല്ലേ. 3 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 15-ൽ 5 ടൈംസ്, 36-ൽ 12 ടൈംസ്. അപ്പോൾ 5/12 ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 5/12 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസറുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതിന്റെ ഒരു ബേസിക് ഐഡിയ ആക്ച്വലി NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ബേസിക് ഐഡിയ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ഇനി സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 10th-ലാണ് ആക്ച്വലി പഠിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒളിമ്പിയാഡ് എക്സാമുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതൊരു എക്സാമുകളാണെങ്കിലും അവർ നാഷണൽ ലെവലിലാണ് എക്സാമുകൾ നടത്തുക. നാഷണൽ ലെവലിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സിലബസിന്റെ ബേസിലാണ് നടത്തുക. അപ്പോൾ അതുകൊണ്ടാണ് NCERT ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് സിലബസിലുള്ളവരാണെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇതുപോലത്തെ കാര്യങ്ങൾ പഠിക്കണം. കാരണം ഏതൊരു നാഷണൽ ലെവൽ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റണമെങ്കിലോ അതിൽ ഏത് സ്കോളർഷിപ്പ് എക്സാം എഴുതണമെങ്കിലും നിങ്ങൾക്ക് NCERT പഠിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ പറയാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ട്. NCERTയും SCERT മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും മിസ്സാവില്ല. രണ്ട് സിലബസുകാർക്കും രണ്ടും എന്ത് ചെയ്യും, എല്ലാ കോൺസെപ്റ്റും ഏതൊരു എക്സാമിന് പറ്റുന്ന എല്ലാ കോൺസെപ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഫൗണ്ടേഷൻ കോഴ്സിൽ ഓൾറെഡി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ കാണുന്നത്. അപ്പോൾ ഇതിൽ വളരെ സിമ്പിൾ ആണ്. ഈ സംഭവം കണ്ടുപിടിക്കാൻ നമ്മൾ വലിയ പണിയൊന്നുമില്ല. അതിൽ ഈ ഓരോന്നും ഇങ്ങനെ പോകുന്ന സ്റ്റെപ്പ്, ആദ്യം ഇത്രയും എണ്ണം ഉണ്ട് എന്നുള്ള ഒരു 36 ആളുകൾ ഉണ്ട് എന്നുള്ള ഐഡിയ വേണം. അതിൽ പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ള ഐഡിയ വേണം. ആ പ്രൈം നമ്പേഴ്സ് ഉണ്ടാക്കുന്ന പെയേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളൊരു ഐഡിയ വരണം. അത്രയേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ആ രീതിയിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലും ടോപ്പിക്കുകൾ അറിയണമെന്ന് താല്പര്യമുള്ള ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ ഞാൻ മുന്നേയും പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറയാം. കമന്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ആ ടോപ്പിക്കുകൾ നമ്മൾ അടുത്ത വീഡിയോസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകളിലോ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് ഡിമാൻഡിലുള്ള ടോപ്പിക്കുകൾ ഏതാണെന്ന് പറയുകയാണെങ്കിൽ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും നിങ്ങൾക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനും ഒരുമിച്ച് പഠിക്കാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. റെഡി? അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക, നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതൊക്കെ പതിയെ എന്ത് ചെയ്യും, ഇതൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്